പലപ്പോഴും ധ്യാനത്തിൽ ചില അമ്മച്ചിമാർ പറയും, കേൾക്കുകയാണെങ്കിൽ പുത്തമ്പരേശന്റെ ദാമ്പത്യാനുഭവമാണ് കേൾക്കാൻ. കുടുംബ ജീവിതത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കാനായിലെ കല്യാണ സദ്യ. 3-ാം ദിവസം കാനാവിൽ ഒരു വീട്ടിൽ ഒരു കല്യാണ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ മറിയം അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു നിന്ന് പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അമ്മ പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യും. വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ കരുത്തോട് നിറയ്ക്കാൻ നിറച്ചു രക്ഷകന്റെ പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. വിടരുവെടുത്ത പച്ചവെള്ളം നവദൂന്റെ മുഖം പോലെ ചുവന്നു കൊടുത്തു. അത് വീര്യമുള്ള വീഞ്ഞായി വാരിപ്പോലും വിളമ്പി. ഇപ്പം വിരുന്നുവാരി പറഞ്ഞു, എല്ലാവരും മുന്തിയേനും ആദ്യം ഇളപ്പൻ പിന്നീട്. എന്തുകൊണ്ടാണ് അവസാനം വരുന്നി നല്ലത് സൂക്ഷിച്ചല്ലോ? ഇതാണ് അതിൻ്റെ സാരാംശം. യോഹന്നാൻ 2:1 മുതൽ ഉള്ള തിരുവചനങ്ങൾ. ദൈവം ലോകത്ത് ആദ്യം സ്ഥാപിച്ച സാമൂഹിക സംവിധാനം വിവാഹമാണ്. ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയെ കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. ലോകത്തിലെ ആദ്യത്തെ കുടുംബ സംവിധാനം, സാമൂഹ്യ സംവിധാനം. അതിൽ തന്നെയാണ് മെത്രാന്മാര്, അച്ഛന്മാര്, കളക്ടർമാര്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സും ഒക്കെ. ആദ്യം കുടുംബം, പിന്നീടാണ് പല പല ജീവിതാന്തസ്സുകൾ. പിതാവായ ദൈവം ആദ്യം സ്ഥാപിച്ചത് വിവാഹമാണെങ്കിൽ പുത്രനായ യേശു തമ്പുരാൻ ആദ്യം ആശീർവദിച്ചതും വിവാഹം. കാനായിൽ ഒരു വിവാഹ സ്ഥിതിയെ ആശീർവദിക്കുകയാണ്. വിശുദ്ധ നാട്ടിൽ 2 സ്ഥലമുണ്ട്. കാന, 2 കാന. പന്തളം ഭാഗത്തുണ്ട് വള്ളിക്കാട്ട് കോട്ടെ, ഇപ്പുറത്തുണ്ട് കോട്ടെ. അപ്പം കൊല്ലം, മലബാറിലുണ്ട് കൊല്ലം, ചെറിയ കൊല്ലം. ഇവിടെയുണ്ട്, തെക്കുമുണ്ട് കൊല്ലം. ഇതുപോലെ യൂദയായിലുമുണ്ട് ഒരു കാന, ഗലീലി പ്രദേശത്തുണ്ട് കാന. ഇവിടെ എടുത്തു പറഞ്ഞു, ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടക്കുകയാണ്. യഹൂദരുടെ വിവാഹ രീതിയും നമ്മുടെ വിവാഹ രീതിയും തമ്മിൽ വലിയ വ്യത്യാസം. 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ക്ഷണിച്ച വീട് ക്ഷണിക്കപ്പെട്ടവർക്ക് ചെല്ലാം. അങ്ങനെ ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ് വീഞ്ഞ്. വീഞ്ഞില്ലേ നാട്ടുകാർക്ക് നാണക്കേടാണ്. വീഞ്ഞ് ഇഷ്ടം പോലെ കുടിക്കാൻ കൊടുക്കണം, ഇല്ലേ നാണക്കേടാണ്. കാരണം യഹൂദ പാരമ്പര്യത്തിൽ വീഞ്ഞില്ലാത്ത വീട് ദൈവാനുഗ്രഹമില്ലാത്ത വീടാണ്. ഇത് കേട്ടേച്ച് കുടുംബനാഥൻ വീട്ടിൽ ചെന്നു കാര്യങ്ങൾ പറയില്ല. എടി, ബ്രാൻഡി ഇല്ലാത്ത വീട് ദൈവാനുഗ്രഹമില്ലാത്ത വീട്, വിസ്കി ഇല്ലാത്ത വീട്, ബിയറില്ലാത്ത വീട്, അതല്ല അന്നത്തെ പശ്ചാത്തലം. നാട്ടിലൊരു ചെറുപ്പക്കാരൻ 5 കുപ്പി കിങ് ഫിഷർ ബിയർ മേടിച്ചു അടുത്തേക്ക്. അവൻ ഫ്രീസറിൽ വെച്ച് അത് തണുപ്പിക്കുക. അമ്മ ചോദിച്ചു, നീ കുടിയും തുടങ്ങിയോ? ഇത്രയും ബിയർ? അമ്മ കുടിയൊന്നുമല്ല, പിന്നെ ഇന്ത്യയുടെ സ്വത്ത് കട്ടുകൊണ്ട് ഇംഗ്ലണ്ടിൽ പോയ വിജയ മല്യയുടെ സ്വത്ത് ഞാൻ മരിപ്പിക്കുകയാണ്. അപ്പം കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്, അതിന് രീതി കിട്ടുന്നത്. അപ്പൊ ഇവിടെ യഹൂദർക്കരി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷണിക്കപ്പെട്ട അതിഥികൾ ക്ഷണകത്ത് കൊണ്ടുവന്ന് കാവൽക്കാരനെ കൊടുക്കണം. കാവൽക്കാരൻ ക്ഷണകത്ത് മേടിച്ചു വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പുറയ്ക്കാൻ പറ്റും. ആ കോട്ടിന്റെ പേരാണ് വെഡിങ് ഗാർമെന്റ്, വിവാഹ വസ്ത്രം. ബൈബിൾ ആർത്തിപ്പണ്ടാരമായ മനുഷ്യൻ കത്തെടുക്കാനും മറന്നുപോയി, കോട്ടിടാനും മറന്നുപോയി. ബ്രേക്ക് വേണ്ടിയ വണ്ടി പോലെ കല്യാണം വന്ന് ഇടിച്ചു കയറി, ചെവിക്ക് പിടിച്ചു നോക്കി പുറത്തേക്ക് വിട്ടു. വിവാഹ വസ്ത്രം പുറച്ചില്ല, അത്രയും പോലും ഒരുക്കമില്ല. കഴുത്തറ്റം തിന്നുക, മൂക്കറ്റം കുടിക്കുക, ഏമ്പക്കം വിടുക. പോരുമ്പം കോട്ട് ഊരി മേടിക്കുക, കത്ത് തിരിച്ചു കൊടുക്കുക, വീട്ടിൽ ചെയ്ത് കിടന്നുറങ്ങുക. നാളെ രാവിലെ എഴുതുക, കത്തെടുക്കുക, കൊണ്ടു കൊടുക്കുക, കോട്ടിടുക, പിന്നെയും തിന്നുക. ഒരാഴ്ചക്കാലം അനുവദനീയം. ഒരാഴ്ചക്കാലം എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങി ഉള്ളത് മുഴുവൻ കുടിച്ചു തീർത്തപ്പെടാണ് കർത്താവായ യേശു വരുന്നു. ക്രിസ്തു അനുഭവം മാത്രമല്ല, വിളിക്കാത്ത കുറെ ആൾക്കാരെ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി വന്നു. നമ്മുടെ നാട്ടിൽ സ്ഥല MLA MPയെയും ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല, വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാർ ഒരു നാണമില്ലാതെ കൂട്ടത്തിൽ വലിയ കയറി വരും ഭക്ഷണം തീർക്കാനായിട്ട്. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണഭവൻ, ഉടുപ്പി ഹോട്ടൽ ഇവിടെയൊക്കെ കയറിയിട്ട് ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി, നെയ്റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷെ ഓർഡർ കൊടുക്കാത്ത വയ്യാവേലി ഒരു നാണമില്ലാതെ കയറി വരും. തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട, മര്യാദ കൊണ്ട് അവന്റെ മോദിക്ക് പെരിയത് തിന്നിട്ട് പോരും. കാനായിലെ വീട്ടിൽ വിളിക്കാത്ത പറയുന്ന ഒരു പുല്ല് കയറി വന്നു. ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ വീഞ്ഞില്ല, വീട്ടുകാർക്ക് നാണക്കേട്.
നാണുകളിൽ മറിയ പറഞ്ഞു, വീഞ്ഞില്ല. ആ നിമിഷം പുത്രൻ പ്രവർത്തിച്ചു, കൽപ്പനകൾ നിറയ്ക്കപ്പെട്ടു, വെള്ളം വീഞ്ഞായി മാറുന്നു. പശ്ചാത്തലം ഓർക്കുക, യഹൂദന് ഒരു പാരമ്പര്യമാണ്. ഒരു സ്ത്രീ പ്രസവിക്കുന്ന പെൺകൊച്ചാണെങ്കിൽ അവൾ ഉണ്ടാകുന്ന എന്ന് അപ്പനും അമ്മയും കൂടി ഒരു വരനെ വീഞ്ഞ് അവിടെ ഓർമ്മയ്ക്കായി എടുത്തു വെക്കണം. അത് ഈ ജൂയിഷ് ട്രഡീഷനാണ്. പാവപ്പെട്ട കുടുംബത്തിൽ ചെറിയ ഭരണി, ഇടത്തരം കുടുംബത്തിൽ മിഡിൽ ക്ലാസ് ഭരണി, കാശ് കൂടുതലുണ്ടോ മുഴുത്ത ഭരണി. ഒരു ഭരണി വീഞ്ഞ് പെണ്ണിന് വേണ്ടി അമ്മ അപ്പൻ കട്ടിക്കയെ 10 ചട്ടുംപുറത്ത് എവിടെയെങ്കിലും വെക്കണം. ഓരോ ജനനത്തിലും ഓരോ ഭരണി വീഞ്ഞ് അപ്പനമ്മമാർ മൂക്ക് വേണ്ടി കരുതണം. യഹൂദ പെണ്ണിന്റെ കല്യാണം നടക്കുന്നത് 13-ാം വയസ്സിലാണ്. അപ്പോൾ 13 ഭരണി പേര് ഇവർക്ക് വേണ്ടി വെച്ചിരിക്കും. അത് ഏറ്റവും മുന്തിയ ഇനം, ഏറ്റവും പഴക്കമുള്ളതാണ്. അത് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുക. അത് തീർന്നു പോകുമ്പോഴാണ് ഇളപ്പൻ മയമുള്ളത് കൊടുക്കുക. ക്രിസ്തു ഭരണികളുടെ കരങ്ങൾ നീട്ടിയപ്പോൾ 13 വർഷം പഴക്കമുള്ള വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതായി തമ്പുരാൻ തൊട്ടപ്പം വെള്ളം വീര്യമുള്ള വീഞ്ഞായി. ഇതാണ് പശ്ചാത്തലം. ഇവിടെയാണ് വിരുന്നുവാഴി പറയുക, എല്ലാവരും മുന്തിയത് ആദ്യം ലഹരി പിടിക്കുമ്പോൾ താമസം. നമ്മുടെ നാട്ടിലും അങ്ങനെ ബാർ ഹോട്ടലൊക്കെ ഉള്ളിടത്ത് ഇപ്പം ഇഷ്ടംപോലെ പഴയ ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ രീതി ബാർ ഹോട്ടൽ 2 വിധമാണ്. ഒന്ന്, സ്റ്റാൻഡേർഡ് ആൾക്കാർ ഇരുന്ന് കുടിക്കുന്ന, ഇരുന്ന് കഴിക്കുന്ന ഡീസന്റ് ബാർ. മറ്റൊന്ന്, കുറെ പേര് ഓടി വന്ന് നിന്നിട്ട് കുടിച്ചിട്ട് പോകുന്ന തെണ്ടി ബാർ എന്ന ബാറുണ്ട്. ആ ബാറിൽ എന്നാ കരുതി കൊടുത്താലും ഉഗ്രൻ എന്ന് പറഞ്ഞ് കുടിച്ചിട്ട് പോകും. അപ്പൊ ഇവിടെ 13 വർഷം പഴക്കമാണ് വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതായി മാറി ക്രിസ്തു തൊട്ട ആശീർവദിച്ച വെള്ളം. ഇവിടെ വിരുന്നുവായി പറയുന്ന വാക്ക്, എല്ലാവരും മുന്തിയനം ആദ്യം കൊടുക്കുന്നു, പൂസായി കഴിയുമ്പം താഴ്ന്നു തരും. എല്ലാ ജീവിതാന്തസ്സിലും മുന്തിയനം ആദ്യം വിളമ്പും. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പട്ടം കിട്ടിയ ആദ്യകാലങ്ങളിൽ അച്ഛൻ നൽകുന്ന കുർബാനയുടെ ആവേശം. ചില അച്ഛന്മാർ പിന്നെ കുർബാന നൽകുന്ന കണ്ടാൽ തോന്നും ഈ കക്ഷിയാരിയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചയാണ്. എത്ര ഭയപ്പെടുന്ന പൊതുക്കുന്ന അച്ഛന്മാരും മറ്റും ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിന്റെ നീളം പരലോകം മുതൽ. പക്ഷേ 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മതിയല്ല. ഒന്നാമത്തെ വീര്യം പോയി ആദ്യകാലം അത് കല്യാണത്തിലും അങ്ങനെ. കല്യാണം കഴിഞ്ഞ് ആദ്യകാലത്ത് എന്തോ ഒരു ലഹരിയാണ്. നമ്മൾ എന്താന്ന് പറയാനുണ്ട്, 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടക്കും, കെട്ടിയവൻ കേട്ടുകൊണ്ട് കിടക്കും. 2-ാം വർഷം കെട്ടിയവൻ പറഞ്ഞുകൊണ്ട് കിടക്കും, ഭാര്യ കേട്ടുകൊണ്ട് കിടക്കും. 3-ാം വർഷം 2 പേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കും. പോയി ആദ്യകാല ലഹരികൾ പിന്നീട് അന്യം നിന്ന് പോകുന്ന കുടുംബ ബന്ധങ്ങൾ. അവിടെയാണ് ക്രിസ്തു നടുവ് വന്നപ്പോൾ വീര്യം. വിശുദ്ധ കുർബാനയുണ്ടോ, വേദപുസ്തക വായനയുണ്ടോ, സന്ധ്യാപ്രാർത്ഥനയുണ്ടോ, ദാനധർമ്മമുണ്ടോ, പള്ളിയെ സഹായിക്കുവോ, പാവങ്ങളെ സഹായിക്കുവോ, ആ വീട്ടിലെന്നും വീര്യം. ഇല്ലെങ്കിൽ തണുത്ത് കെട്ടുപോകുന്ന. ഇപ്പൊ വിരുന്നുവാരി പറയുക, മുന്തിയനം ആദ്യം നീ അവസാനം വരെ സൂക്ഷിച്ചു വെച്ചല്ലോ എന്നാണ് പറയുക. നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും വിവാഹ ജീവിതം കാണുമ്പം വളരെ രസം. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ മല പോലെ, ഹൈറേഞ്ച് ദൂരെ നോക്കണം. മല കണ്ടാൽ തോന്നും സൈക്കിൾ സീറ്റ് പോലെ. മോളിൽ കയറി ഒരു കാലപ്പുറത്തും മറ്റേ ഇപ്പുറത്തിട്ട് മലയിലിരിക്കാം. പക്ഷെ മല കയറുമ്പോഴറിയുക ഓർത്ത നല്ല ഷേപ്പ്. കയറ്റം തുടങ്ങുമ്പോഴാണ് നമ്മളിത് അറിയുക. വിവാഹ ജീവിതം ഒട്ടും എളുപ്പമില്ലല്ലോ. അത് കൊച്ചു ഞാൻ പലപ്പോഴും ഓർക്കും, കല്യാണം കഴിക്കാത്ത അച്ഛനായത് എന്തൊരു ഭാഗ്യം. കാരണം ചില പെണ്ണുങ്ങളുടെ ചൊറിഞ്ഞ വർത്താനം കേട്ടാൽ ഇല്ലാതെ പോയത് ദൈവം തന്നെ ജീവിതം, അത് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി നമ്മളത് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതം എളുപ്പമല്ല. ഈയിടെ ഭർത്താവും ഭാര്യയും കൂടി കോട്ടയത്ത് ഫാമിലി കൗൺസിലിങ്ങിന് എന്നെ കാണാൻ വരുന്നു. ഞാൻ 1-ാം നില ഇരിക്കുമ്പോൾ വണ്ടി കയറ്റം വരും. ഞാൻ നോക്കുമ്പോഴുള്ള ഒരുത്തൻ ബുള്ളറ്റ് ഓടിക്കുന്നു. ഭാര്യ പുറകിൽ വട്ടം കെട്ടി പിടിച്ചിരിക്കുന്നു. ആ പിടുത്തം ഒരു മിനിമം പിടുത്തമല്ല, ഏതോ പാറ്റ തേങ്ങാമുറിയെ പറ്റിയിരിക്കുന്നു. അപ്പം മുറിയുടെ വാങ്ങ ഒന്ന് കോളിങ്ങിൽ അടിച്ചു. ഞാൻ പുറത്തേക്ക് കഴിഞ്ഞ് വന്നു. അവള് ചോദിച്ചു, എന്നാ ജോസഫ് വെച്ചാൽ വിശേഷം? ഞാൻ പറഞ്ഞു, കത്തോലിക്കാസന്മാർക്ക് എന്നാ വിശേഷം? നിങ്ങൾക്ക് വിശേഷം? ഞാൻ നിങ്ങൾ തമ്മിൽ നല്ല സന്തോഷവും സ്നേഹവുമാണ് അച്ഛന് പിടിയേറ്റി. അച്ഛൻ എങ്ങനെ പിടിയേറ്റിയെ? അവർക്ക് ഇത്രയും സ്നേഹമില്ലെങ്കിൽ ഇതുപോലെ അരക്കി കിട്ടുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ. അവളോട് അച്ഛൻ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇത് ഞാൻ എനിക്കല്ല അറിയത്തുള്ളൂ.
വണ്ടിക്ക് ഏതെങ്കിലും പോകുമ്പോൾ ഞാനെങ്ങാനും അകന്നിരുന്നാൽ ഇയാൾ എന്നെ കുലുക്കി താഴെ ഇടും. വീട് കാണാൻ ഇയാളെ കൊണ്ടേ വീടുള്ളൂ. ആദ്യം നമുക്ക് ലഹരി എന്ന് തോന്നുന്നിടത്ത് പിന്നീട് ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ. ഇപ്പൊ ദൈവം തരുന്ന ഒരു കുടുംബം അത് ഏതിന്റെ ഭംഗിയിൽ ജീവിക്കാൻ പറ്റുമോ? അമേരിക്കയിൽ ദമ്പതിമാരുടെ സംഘം 80 വയസ്സുള്ള കെട്ടിയവൻ 78-കാരി ഭാര്യ. പത്രക്കാര് കെട്ടിയവനെ ശ്രമിച്ച് ചോദിച്ചു, അങ്കിൾ വിവാഹത്തെ കുറിച്ച് ഭാര്യയോട് എന്ത് പറയാനുണ്ട്? അപ്പം കെട്ടിയവൻ ഉറക്കം പറഞ്ഞു, രണ്ടുപേരും ശരിയായില്ല. വേറെ പറഞ്ഞു, ഹണി ഐ ആം പ്രൗഡ് ഓഫ് യു. What man I can hear? Honey, I am proud of you. Man I can hear. അവസാനം അവർക്ക് പറഞ്ഞു, Honey, I am proud of you. പക്ഷേ മാതാ പറഞ്ഞു, Yes, I too am tired of you. ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വിവാഹത്തിന് 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഭർത്താവിനോട് പത്രക്കാരി ചോദിച്ചു, 50 വർഷം ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ എങ്ങനെ പറ്റി? കെട്ടിയവൻ പറഞ്ഞു, 25-ാം വർഷത്തിൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്ക് ഊട്ടി കാണണം. ഞാൻ മുഴുവൻ അവിടെ ഊട്ടി കാണിച്ചു. അത് 25-ാം വയസ്സിൽ 50 സത്യം പറയാമല്ലോ, 50-ാം വർഷം ഞാൻ പോയി അവിടെ ഊട്ടിന്ന് കൂട്ടിക്കൊണ്ട് പോയി. ജീവിക്കാൻ പറ്റിയത് ജീവിതത്തിൽ ചെറുതുമായ അതിന് നടുക്കിലുള്ള സന്തോഷത്തിൽ ജീവിതം. ഇതാണ് കാന പഠിപ്പിക്കുക. യേശു കുടുംബത്തിൽ നടത്തി നിന്നപ്പോൾ കുടുംബത്തിന് വീര്യമുണ്ടായി, ലഹരിയുണ്ടായി, അത് വിശുദ്ധിയുള്ള ഒരു കുടുംബമായി എന്നാണ് പറയുക. യോഹന്നാന്റെ സുവിശേഷത്തിന് പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന് 4 പേരുകളാണ് ബൈബിൾ പഠനങ്ങളിൽ. 1, ദ ഗോസ്പൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സുവിശേഷം. 2, ദ ഗോസ്പൽ ഓഫ് ലൈഫ്, ജീവന്റെ സുവിശേഷം. 3, ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്, സമൃദ്ധിയുടെ സുവിശേഷം. 4, ദ ഗോസ്പൽ ഓഫ് സൈൻ ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങളുടെ സുവിശേഷം. ബൈബിൾ പഠനങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 4 പേരുകളിൽ. ജീവന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ലൈഫ്. പ്രകാശത്തിന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ലൈറ്റ്. അടയാളങ്ങളുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് സൈൻ ആൻഡ് വണ്ടേഴ്സ്. സമൃദ്ധിയുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്. ഇവിടെ യോഹന്നാൻ കാനായിൽ പഠിപ്പിക്കുന്നത് സമൃദ്ധിയാണ്, ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്. കർത്താവ് എവിടെയുണ്ടോ അവിടെ സമൃദ്ധിയുണ്ട്. കർത്താവില്ലെങ്കിൽ സമൃദ്ധിയില്ല. അവനുണ്ട് സമൃദ്ധി. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം സമൃദ്ധി എന്നുള്ളതാണ്. ഹാഗാർ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ കിണറും ഉറവയും കാണിച്ച ദൈവം. ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നവനാ ദൈവം. ക്രിസ്ത്യാനി ചെറുപ്പക്കാരൻ മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു. അവന്റെ പ്രേമാനുഭവം അവൻ കൂട്ടുകാരോട് പറയുക, ഞാനൊരു പൂ ചോദിച്ചപ്പോൾ അവൻ എനിക്കൊരു പൂന്തോട്ടം തന്നു. ഒരു പേര് ചോദിച്ചപ്പോൾ അവൻ എനിക്കൊരു പുസ്തകം തന്നു. അവസാനം ഞാൻ ഉമ്മ ചോദിച്ചപ്പം ഉമ്മ മാത്രമല്ല ബാപ്പായി ആങ്ങളമാരും ഒപ്പം ആദ്യമത്തെ അന്ത്യത്തിൽ ഒരു സമൃദ്ധിയുണ്ട്. ഉടൻ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിലും മധ്യത്തിലും അന്ത്യത്തിലും സമൃദ്ധി. 2-ാം അധ്യായത്തിൽ വീഞ്ഞിന്റെ സമൃദ്ധി. 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിന്റെ സമൃദ്ധി. 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിന്റെ സമൃദ്ധി. കർത്താവ് വന്നിടത്തെല്ലാം അബൻഡൻസ്, സമൃദ്ധി. 2-ൽ വീഞ്ഞിന്റെ സമൃദ്ധി. 2 or 3 അളവ് കൊള്ളുന്ന 6 ഭരണികൾ. മലയാളത്തിൽ 75 ലിറ്ററിന്റെ 6 ഭരണികൾ. അപ്പോൾ സമൃദ്ധി. 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിന്റെ സമൃദ്ധി. 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിന്റെ സമൃദ്ധി. കർത്താവുള്ളടുത്ത് സമൃദ്ധിയുണ്ട്, സമൃദ്ധി. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗം, കാനായിലെ വീട്ടിൽ തീർച്ചയായിട്ടും ഒരു വഴക്കുണ്ടായി. ആ വഴക്ക് യോഹന്നാൻ എഴുതിയില്ല. കാരണം സുവിശേഷത്തിൽ വഴക്ക് എഴുതിയാൽ ഗോസ്പലിന്റെ സ്റ്റാൻഡേർഡ് പോകും. അതുകൊണ്ട് യോഹന്നാൻ ഇങ്ങനെ വെച്ചു, ഇനിയും കുറെ എഴുതാനുണ്ട്, അത് മൊത്തം എഴുതിയാൽ ലോകം തന്നെ തികയില്ല. അതിനകത്ത് വഴക്കും വേണമെല്ലാം പൊടിശി കിടപ്പുണ്ട്. അപ്പൊ യോഹന്നാൻ പറയുന്നു, നമുക്കറിയാം വഴക്ക്. എന്താ വഴക്ക്? എല്ലാ കരുതലുമുള്ള വീടാണ് കല്യാണ വീട്. കരുതലുള്ള കല്യാണ വീട്ടിൽ കണക്കോടിൽ കെട്ടാൻ കാരണക്കാരാണ്. ഭാര്യ പറഞ്ഞു, പിന്നെ മനുഷ്യ തൻ്റെ കുഴപ്പമാണ്. കെട്ടിയ കാലം മുതൽ എനിക്കറിയാം, 100 ദിവസം 75, 50 ദിവസം 35. ഇതുവരെ ഞാൻ ചേച്ചി മൊത്തം തന്നിട്ടുണ്ട്. എന്നാലും പിശുക്ക
നമ്മുടെ മോളെ കല്യാണ ദിവസം പിശുക്കന്റെ പണി കാണിച്ചത് മഹാമോശമായി പോയി. മോള് പറഞ്ഞു എൻ്റെ അപ്പൻ അരകന ലുബ്ധന അരകന പലരും പറഞ്ഞു കേട്ടു. പക്ഷെ എൻ്റെ കല്യാണ ദിവസം ഈ അരകന്റെ പണി കാണിച്ചത് മഹാമോശം. അപ്പം പറഞ്ഞു മോളെ നിന്റെ കുഴപ്പമാ, കാരണം കൂട്ടുകാരന്മാരെ വിളിച്ചപ്പോൾ മുൻകൂർ നമ്പർ തരണമായിരുന്നു. കൃത്യം നമ്പർ തരാത്തത് കൊണ്ടാണ് വീഞ്ഞ് തീർന്നു പോയത്. വിളമ്പുന്നമാർ പറയും എന്നാ അവര് കണ്ടയാ 500 വയറന്മാരെ വിളിച്ചിട്ട് 50 ഗ്ലാസ് വീഞ്ഞ് വിളമ്പിക്കോ ഒപ്പിച്ചോ വിളമ്പിക്കോ, എങ്ങനെ ഒപ്പിക്കാനാ? വേറെ വിളമ്പുന്നമാരുടെ കുഴപ്പമാ. അമ്മാര് ഒരു ഗ്ലാസ് വിളമ്പും അടുത്തതും മോന്തും, പിന്നത്തെ വിളമ്പും അടുത്തതും മോന്തും. അതിനെ തെളിവ് ആദ്യത്തേതിനേക്കാൾ മുന്തിയ ഇനം ഇതാണല്ലോ എന്ന് പറയുന്നെങ്കിൽ ആദ്യത്തേത് മോന്തിയിട്ടിരിക്കുകയാണ്. കാനായിലെ വീട്ടിൽ കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരും ഒരു കമന്റ് പറഞ്ഞു, പറയാതിരിക്കുവോ നിങ്ങളുടെ പൂർവികരല്ലേ. എന്താണ് പറഞ്ഞ കമന്റ്? എന്റെ തമ്പരാന് ഒരു തുള്ളി വീഞ്ഞ് കുടിച്ചില്ലും വേണ്ടിയില്ല, ഇവിടുത്തെ പെണ്ണത്തിലെ ഗമ ഒന്ന് തീർന്നു കിട്ടിയല്ലോ. അവിടെയാണ് കാനായി ഒരു മറിയം സങ്കടങ്ങളുടെ സപ്തസാഗരത്തെ നീന്തിക്കയറിയ ക്രിസ്തുവിന്റെ അമ്മ. അവൻ പറഞ്ഞു മോനെ വീഞ്ഞില്ല. പ്രശ്നം പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നം തീരുകയില്ല. പരിഹാരം തന്നവനോട് പ്രശ്നം പറയാൻ ദമ്പതിമാര് പഠിക്കണം. ഭർത്താവിന്റെ കുറ്റവും അവരുടെ ഭാര്യ നടന്നാൽ വീട്ടിലെ പ്രശ്നം തീരുവോ? ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞു നടന്നാൽ വീട്ടിലെ പ്രശ്നം തീരുവോ? കെട്ടിയ മകന്റെ പെരുമാറ്റമാണ്, കെട്ടിയ മകളുടെ മനമാറ്റമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുവോ? പ്രശ്നം തീരണമെങ്കിൽ അവന്റെ അർക്കാരിലേക്ക് ഞായറാഴ്ച വരണം. എല്ലാ പ്രശ്നത്തിനും പരിഹാരം അവന്റെ വിശുദ്ധ മധുവകയിലാണ്. സക്രിയായിട്ട് മറുപടി കിട്ടിയത് മധുവകയിലാണ്. കാനായിട്ട് മറുപടി കിട്ടിയത് ക്രിസ്തു സാന്നിധ്യത്തിലാണ്. ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ, ഒരുമിച്ച് കുർബാനയും പങ്കെടുക്കുമ്പോൾ, ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ പട്ടക്കാർക്കും പള്ളിക്കൊക്കെ കൊടുക്കുമ്പം നമുക്ക് ലഭിക്കുന്നത് സമൃദ്ധിയാണ്, അനുഗ്രഹമാണ്. അതെന്നും ഓർത്തുകൊള്ളുക. എൻ്റെ ജീവിതാനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു പള്ളിയിലെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കുക. പന്നിയെ വിറ്റ് കാശ് കിട്ടുമ്പം അമ്മ ഒരു വർഷത്തിൽ 10-15 പന്നിക്കുഞ്ഞുങ്ങളെ വിൽക്കും. അതിൽ ഒരു പന്നിക്കുഞ്ഞിന്റെ കാശ് അന്ന് 50 രൂപ 75 വികാരിച്ചിന്റെ അച്ഛൻ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നല്ലോ. ഇരിക്കട്ടെ, അതാണ് നമ്മുടെയൊക്കെ പ്രത്യേകത. ഭർത്തമാ സഭ, യാക്കോബായ ഓർത്തഡോക്സ്, കത്തോലിക്ക സഭകളിലൊക്കെ അച്ഛന്മാർക്ക് നമ്മൾ 1 പൈസ കൊടുത്താലും 1000 രൂപ കൊടുത്താലും അത് പാപങ്ങളിലേക്ക് എത്തും. വേറെ കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പനും കെട്ടിടവും മുഴുത്ത കാറും ഉണ്ടാവും. നിങ്ങൾ വായിച്ചിട്ടുള്ള കേരളത്തിലെ വാർത്ത, ഏറ്റവും കൂടുതൽ കള്ളപ്പണം കിടക്കുന്ന സ്ഥലമേതാ? കുമ്പനാട്. 230 കോടി രൂപയ്ക്ക് ആൾക്കാരില്ല. സെൻട്രൽ ഗവൺമെന്റ് കണക്ക് പത്രത്തിൽ കിടക്കുന്നു. അത് പ്രത്യേക സമയം നൽകത്തുള്ള ഓരോ വ്യക്തി ഉണ്ടാക്കിയിട്ട് കാശാണ്. അപ്പൊ അതായത് നമ്മുടെ അച്ഛന്മാരിൽ എന്തെങ്കിലും നിങ്ങൾ കൊടുത്താൽ ഏതെങ്കിലും ഭാവങ്ങളിലെത്തും, പ്രസ്ഥാനങ്ങളിലെത്തും. അതിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനുമാണ്, നമ്മൾ ഓർക്കുക. അപ്പൊ ജീവിതത്തിൽ കാനായിലെ കുടുംബം പോലെ വീര്യമുള്ള ഒരു കുടുംബമായി, വിശുദ്ധിയുള്ള കുടുംബമായി നമ്മുടെ വീട് മാറണം എങ്കിൽ 10 പ്രമാണങ്ങളിൽ കുടുംബത്തെ പണിയണം. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞാൽ 5 കുടുംബങ്ങളുടെ മാത്രം ചരിത്രമാണ്. 5 കുടുംബങ്ങൾ. 1 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അടങ്ങിയ ത്രിത്വം എന്ന ദൈവിക കുടുംബം. ത്രിത്വം എന്ന കുടുംബം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ത്രിത്വം എന്ന കുടുംബം. 2 ഏദനിലെ കുടുംബം, ആദം ഹൗവ കായൻ ആബേൽ. ദൈവഹിതത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മാറിപ്പോയാൽ എങ്ങനെ തകരാൻ പറ്റുമെന്ന് പഠിപ്പിച്ച ഏദനിലെ കുടുംബം. 3 ഹോളി ഫാമിലി, തിരുകുടുംബം, യോസേഫ്, മറിയം, ബാലനായ യേശു. ദൈവത്തോട് ചേർന്ന് നിന്നാൽ എങ്ങനെ ഒരു കുടുംബം മെച്ചപ്പെടും. 4 മണവാളൻ ക്രിസ്തു, മണവാട്ടി സഭയിൽ മക്കളെ ജനിപ്പിച്ച തിരുസഭ എന്ന കുടുംബം. മണവാളൻ ക്രിസ്തു, മണവാട്ടി സഭയിൽ മക്കളെ ജനിപ്പിച്ച സഭ എന്ന കുടുംബം. 5 കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന, സ്വർഗത്തിൽ ആത്മവിശ്വസിക്കുന്ന ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും സ്വർഗീയ സഭ. ഈ 5 കുടുംബങ്ങളെ കുറിച്ചാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിപ്പിക്കുക. 1 ത്രിത്വം എന്ന കുടുംബം, 2 ഏദനിലെ കുടുംബം, 3 തിരുകുടുംബം, 4 തിരുസഭ എന്ന കുടുംബം, 5 സ്വർഗീയ സഭ എന്ന കുടുംബം. അപ്പൊ ദൈവം നമുക്ക് തന്ന ഒരു കുടുംബം, അതിന്റെ വിശുദ്ധിയും നന്മയും നമ്മൾ ജീവിക്കണമെങ്കിൽ 10 പ്രമാണങ്ങളിൽ കുടുംബത്തെ ഉറപ്പിക്കണം. ദൈവപ്രമാണങ്ങൾ 10. 1 നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടായിരിക്കരുത്. ഒരിക്കലും കുടുംബത്തിൽ അപ്പം കയറി ദൈവമാകരുത്, അമ്മ കയറി ദൈവമാകരുത്. ഞാനാണ് കുലപതി. ചില കുടുംബത്തിലുണ്ട്, നിന്റെ ഭർത്താവായ ജോൺ ഞാനാകുന്നു, എൻ്റേതല്ല അഭിപ്രായം തനിക്കകത്ത് ഉണ്ടാകരുത്.
ചില പെണ്ണുങ്ങൾ ഞാനാണ് തമ്പുരാട്ടി തിരുമാറ്റി എതിർവായില്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം, അതിനേക്കാൾ കൂടിയ സ്ഥാനം ഭർത്താവ് നേടരുത്, ഭാര്യ നേടരുത്. ചില കുടുംബത്തിൽ നമുക്കറിയാം, ചില ആളുകളുടെ ഓർമ്മ അവൻ മനസ്സിൽ ഓർക്കുന്നതോ ഭാര്യ പെട്ടെന്ന് മനസ്സിലാക്കിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില കെട്ടിയന്മാര് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഭാര്യയോട് ഇടീ അതിങ്ങ് എടുത്തോണ്ട് പാടും. എന്നാ മനുഷ്യൻ ആ മറ്റേ എടുത്തോണ്ട് എന്താ മനുഷ്യ എന്താ എവിടെ പൊട്ടി അതിന് എടുക്കാനല്ല. ഭാര്യ ലക്ഷ്യത പറഞ്ഞു എന്റെ മനുഷ്യ അത് ഞാൻ കണ്ടില്ല, എന്നാ പോലെ പോയേക്കാന്ന് പറഞ്ഞു. അവരും നമുക്ക് ഒരു എന്നതായി അത് മറ്റേ ഒരു വിധിയില്ല. ഈ മൂക്കി പിടിച്ചോടെ വർത്തമാനം. വേറെ ചില ആളുകളുണ്ട് തോന്നുന്ന കൂട്ടുകാരെ വിളിച്ചിട്ട് വീട്ടിലോട്ട് വരുന്നു. ഭാര്യയോടൊന്നും പറയാൻ കൃഷിക്കുന്നുണ്ട്. ചോറെടുക്കടി, ചാറെടുക്കടി, മോരെടുക്കടി, ഒറ്റെടുക്കടി, മോറ്റെടുക്കടി. ഒരു മനുഷ്യൻ ഞാൻ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക. ഒരു കുടിയൻ എൻ്റെ അടുത്ത് പോകുന്നു. 12 മണിക്ക് ഉച്ചയ്ക്ക് ഞാൻ പന്നിയാർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിൽക്കുക. എൻ്റെ കല്യാണം പിടിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛ കുടിച്ചിട്ടില്ല ഭാര്യയ്ക്ക് അരിശം. അവൾക്ക് അച്ഛനെ ഇഷ്ടമാണ്. ശാരീരിക കല്ലുകളുണ്ട്. അച്ഛൻ കൂടെ വരാവോ, വഴക്കുണ്ടാകാതിരിക്കാനാണ്. ഞാൻ വീട്ടിൽ ചെന്നു. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ചെന്ന് കയറി ചോറും മാങ്ങാച്ചമീനും ഉണക്കമീനും പൊടിയൊക്കെ ആയിട്ട് ഭക്ഷണം തിരച്ച് വിളമ്പി. ഊണ് കഴിഞ്ഞ് 2 മണിക്ക് ഞാൻ പോകാൻ തുടങ്ങുക. അപ്പോൾ ഇയാൾ പൂസ് വിട്ടുപോയി നല്ല ലഹരിയില്ല. ഇയാളുടെ കയ്യെ പിടിച്ച് മുത്തിയിട്ട് പറയാം ഓ സന്തോഷം. എന്നാലും അവസാനം സക്കായി കർത്താവിന്റെ വീട്ടിൽ വന്നല്ലോ എന്ന് പറഞ്ഞു എന്റെ കയ്യെ പിടിച്ചു. ചില മനുഷ്യർ അപ്പൊ ആരെ കിട്ടി എപ്പോഴും എങ്ങനെ കിട്ടിയല്ല. ഒരു ഭർത്താവ് ഉച്ചയ്ക്ക് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഭാര്യ പറയും ചോറക്കടി, മുട്ട പരിക്കടി, മീൻ വറക്കടി. ഭാര്യ പറഞ്ഞു വലിയ മനുഷ്യ ഇനി കണ്ട അവനെ എന്നെ ഉച്ചയ്ക്ക് കൊണ്ടുവന്നാൽ ഉണ്ടെങ്കിൽ തരും, ഇല്ല കാര്യം ചവിട്ട് വെച്ച് തരും കൊള്ളാൻ. പിന്നെ 1 മാസം ആരെയും കൊണ്ടുവന്നില്ല. 1 മാസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 വികാരശരീരം കൊണ്ട് വരുന്നു. ഇവർക്ക് ചോറിന് അരിശം. ചോറില്ലേടി എടുത്തു, മോരില്ലേടി എടുത്തു, മീൻ വറുത്തതില്ലേടി ഒരു ചവിട്ട് വെച്ച് കൊടുത്തു, മുട്ടയില്ലേടി എടുത്തു, ഇറച്ചി തീർന്നോടി ഒരു ചവിട്ട് കൊടുത്തു, ഉടനെ കൊടുത്ത് ഇല്ലാത്തതിന് ചവിട്ടി. ഊണെല്ലാം രസം കൈകഴി പോകുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ലീലാമ്മ ഒരു വീടാണ്, ചോറും കറിയും ഉണ്ടെന്നും ഇല്ലെന്നും വരും. ഇല്ലേ പറഞ്ഞാൽ പോലെ ഇതുപോലെ വരും അച്ഛനും ചവിട്ടി. ഒരിക്കലും ഭർത്താവ് ഒരു ഏകാധിപതിയായിട്ട് വർദ്ധിക്കരുത്. ചോദിക്കുക, മിണ്ടുക, പറയുക. ചില ആളുകൾ ഒരു കുഴപ്പമുണ്ട്, അവർ നല്ലവരാ, പക്ഷെ ഒരിക്കലും നല്ല വാക്ക് ഭാര്യയോട് പറയുകയില്ല. എല്ലാം എൻ്റെ അവകാശം, ഉള്ളിശുദ്ധമാ എൻ്റെ അവകാശം, അവൾക്കൊന്നും എൻ്റെ അവകാശം. 60-കാരൻ ഭർത്താവും 58-കാരി ഭാര്യയും കൂടെ അസീസിൽ ദമ്പതി ധ്യാനത്തിനും കൗൺസിലിംഗ് ഞാൻ പറയുമ്പോൾ നല്ലവനാ. ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മോളെ കൊള്ളാവില്ല എന്നും ഒരു വാക്ക് പറയണം. അവൻ പറഞ്ഞു അവക്കും പിള്ളേർക്കും തിന്നാനില്ല, എനിക്ക് വേണ്ടി മാത്രമല്ല. അവളല്ലേ കഷ്ടപ്പെടുന്നു, നല്ല വാക്ക് പറയാം. തുണി അലക്കിയാൽ നല്ല വാക്ക് പറയാം. അല്ലെ അവക്ക് 4 വശം, നമ്മൾ അതല്ല അലക്കുന്നില്ലേ നല്ലത് പറയണം. പെരക്കൊക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ നല്ലത് പറയണം. ഇല്ലേ മറ്റുള്ളവർ അവളെ കുറ്റം പറയാം, അവക്കല്ലേ നാണം കേട്. നമ്മൾ ഇങ്ങനെ കത്തിക്കുന്നു. ഇനി എന്നെ ഓർത്തെങ്കിൽ ഒരു നല്ല ഭക്ഷണം കിട്ടും, മോളെ കൊള്ളാവുന്നൊരു നല്ല വാക്ക് പറയണം. പോയി വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ടത്തെ ഐറ്റം രാത്രി 8 മണിക്ക് ചൂട് കഞ്ഞി, ഈ കടുവുമാങ്ങ തേങ്ങാച്ചൂട് ചമ്മന്തിയാണ്. ഇതും കാത്തിരിക്കുക. ഭാര്യ 8 മണിക്ക് ചക്ക കുഴച്ച് വെച്ചു വറപറിച്ച കോഴിക്കറിയായിട്ട് വന്നു. ഇവരൊന്ന് സന്തോഷമായി. കടുവുമാങ്ങ പ്രദേശപ്പം കോഴിക്കറിയും ചക്കപ്പുഴുക്കും മൊത്തം കഴിച്ച് പ്ലേറ്റ് വലിച്ചു നൽകി, വിരൽ നീട്ടി നൽകി, ഒരേപ്പൊക്കവും വിട്ടു. അപ്പോൾ ആശം പറഞ്ഞ കാര്യം കൊടുത്തത് എൻ്റെ മോളിക്കുട്ടി ഇത്രയും നല്ല ചകപ്പുഴുക്കും കറി ആദ്യമായിട്ട് കൂടെ എന്നാ രുചി കറി അവളൊക്കെ കരച്ചു. അതിനാട്ടി നല്ലതൊന്നും കരയിപ്പം വലിയ മനുഷ്യ 32 വർഷക്കാലം തനിക്ക് ഞാൻ വെച്ചുകൊണ്ട് നിന്നിട്ടും എനിക്ക് നല്ലതൊന്നും പറയാനില്ല. അതിനെ ഏരിയാമ്മയുടെ മുഴുവൻ കഴിയുന്നത് ആകാതിരിക്കുക. ഒരു കാര്യം ഓർത്തോണം, പരിണാമ സിദ്ധാന്തം എന്ന മനുഷ്യൻ ഒരുപാട് പഠിക്കുന്ന കാലമാണ്. പരിണാമ സിദ്ധാന്തപ്രകാരം പറയുന്നത് പുരുഷൻ പരിണമിക്കുന്നത് 100-ൽ നിന്നാണ്, ഭാര്യ പരിണമിക്കുന്നത് കിച്ചൺ ലേഡിയാണ്. ഭർത്താവ് വേട്ടക്കാരനാണ്, അമ്പും വില്ലും പിടിക്കുന്ന, തോക്കും പിടിച്ചിരിക്കുന്ന, ഉന്നം പിടിക്കുന്ന വേട്ടക്കാരൻ. ഭാര്യ അടുക്കള ജോലിക്കാരൻ. ഈ വേട്ടക്കാരനധികം മിണ്ടുകയില്ല,
അവനെപ്പോഴും തോക്കും പമ്പും പിന്നുമായിട്ട് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. ഭാര്യമാര് വർത്താനം പറയുമ്പോൾ ആണുങ്ങൾ അത്രയൊന്നും പറയല. ചില ആണുങ്ങൾ ഒന്ന് ഭാര്യ പറയും മൂളുന്നത് തന്നെ പഴയകാല വെല്ലുവിളിച്ചുമാർ ഇടിയപ്പം ഉണ്ടാക്കുന്നതല്ല, ഞെട്ടി മുമ്പി മൂളുമ്പോ ആണുങ്ങളെ കിട്ടണം. ചില ആണുങ്ങൾ ഭാര്യ പിണങ്ങിയാൽ പോലും അറിയില്ല. ഒരാഴ്ച ഭാര്യ മിണ്ടാതിരുന്നു, ഒരു ഫീലിംഗും ഇല്ല. അവളെ വെച്ച് പൊന്നു മനുഷ്യ, ഒരാഴ്ച ഞാൻ പിണങ്ങി എന്നിട്ടും തനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? ആഹാ, നീ പിണങ്ങിയിരിക്കാൻ വേണ്ടി ഒരു മാസം പിണങ്ങി ഇവനൊരു അനുഭവമില്ല. അവസാനം ഇവിടെ മുടി പിന്നെയിട്ട് തിളങ്ങുന്ന ബ്ലൗസ് ഇട്ട് മിനുങ്ങുന്ന സാരി ഇട്ട് തെന്നി അവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. പൊന്നു മനുഷ്യ, ഞാൻ ഇത്തിരി ഒരുങ്ങി നടന്നിട്ടും തനിക്ക് എന്നോടൊന്നും തോന്നുന്നില്ലേ? അവൻ ചോദിച്ചു, എന്നാ തോന്നാനാടി, മുള്ളുമുരിക്ക് പൂത്തൊന്നും പറഞ്ഞ് ആദ്യം ജീവിതത്തിൽ സംസാരിക്കേണ്ട രീതി കേരളത്തേക്കാണ്. അവിടെയാണ് പറയുക, ഒരിക്കലും ഹീറോവാകരുത്. ഭർത്താവ് വിധേയപ്പെടുക, ഭാര്യ വിധേയപ്പെടുക, തലക്കനം ഒരിക്കലും വരിക. ഞാനാണ്, ഞാനില്ലാതെ മറ്റൊന്നുമില്ല, അശ്വന്തരുത്. രണ്ട്, കർത്താവിന്റെ നാമം വൃഥ പ്രയോഗിക്കരുത്. ദൈവത്തിന്റെ നാമം പാഴായിട്ട് ഉപയോഗിക്കരുത്. കുടുംബത്തിൽ അനുഗ്രഹം വേണോ, ദൈവനാമത്തിൽ ശബ്ദമെടുക്കരുത്. ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്തോ അത് കൊടുത്തിരിക്കണം. അത് നമ്മൾ കൊടുത്തിരിക്കണം, നിറവേറ്റിയിരിക്കണം. ഒരു നേർച്ച നേർന്നാൽ ആ നേർച്ച നമ്മുടെ മനസ്സിൽ നിറവേറ്റണം. ഇന്ന് മനുഷ്യൻ നോക്കി കണ്ടു നേർച്ച തരുള്ളൂ. ഒരമ്മച്ചിയുടെ കാതിന് 2 ഗ്രാമുള്ള കമ്മല് കാണാതെ പോയി. അമ്മച്ചി ചേർപ്പുങ്കൽ എന്നൊരു പള്ളിയുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥിക്കുക, എന്റെ കർത്താവ് എന്നെ കാണാതെ പോയ കമ്മൽ നീ കാണിച്ചു തരികയാണ്, സത്യമായി അത് വിട്ടോണ്ട് മുമ്പ് കുർബാനയ്ക്ക് വന്നേക്കാം. അങ്ങനെ അപ്പൊ നേർച്ചകൾ നോക്കി തന്നെ നമ്മൾ നേരായിട്ട് പറഞ്ഞാൽ വാക്ക് പാലിക്കണം, പാലിക്കാൻ പറ്റുന്ന നേരരുത്. കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ ചീത്തവാക്ക് പറയുന്നതുകൂടി ഉണ്ട്. അതിന് മറ്റൊരു വ്യാഖ്യാനം, ദൈവനാമം വെറുതെ പറയല്, ഒപ്പം പാഴ്വാക്കും പറയല്. ചില ആളുകൾ കരിശം വന്നാൽ തെറി, ഭാര്യയെ തെറി വിളിക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ നല്ല സ്റ്റാൻഡേർഡാണ്, പക്ഷെ വാ വിളിച്ചാൽ തെറി. അതുപോലെ ഭർത്താവിനോട് പറയുന്നത് ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷിലെ തെറിക്ക് മുഴുപ്പ് കുറവാണ്. ചുമ്മാ കടു ഓടിച്ചോലെ സ്റ്റുപ്പിഡ് ബസ്റ്റർ. പക്ഷെ മലയാളത്തിലാണ് ഗുണനപ്പട്ടിക പോലെ തെറി പറയാൻ പറ്റുന്ന ലോകത്തിലെ ഏക ഭാഷ മലയാള ഭാഷ. ഗിന്നസ് ബുക്കിൽ ഏറ്റവും മൂത്ത തെറി കാസർഗോഡുകാരനായ ക്രിസ്ത്യാനി കുടുംബനാഥന്റെ തെറിയാണ്. 1 മിനിറ്റ് 3.5 സെക്കൻഡാണ് ആ തെറിയുടെ നീളം. ഉള്ളടക്കം ആരെ തെറി വിളിച്ചോ, തെറി കേട്ടവന്റെ 7 തലമുറകളുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലൂടി കടന്നുപോയ ഇതാണ് പറയുക, കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, പാഴ്വാക്കുകൾ നമ്മൾ പറയരുത്. 3, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച, ഗൾഫിൽ വെള്ളിയാഴ്ച, നാട്ടിലാണെങ്കിൽ ഞായറാഴ്ച. ഞായറാഴ്ച ശരിക്കും വിശദമായി ആഘോഷിക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കും ഞായറാഴ്ചയാണ് ഹൗസ് വാമിങ്, ബർത്ത്ഡേ സെലിബ്രേഷൻ, 100 കൂട്ടം കാര്യമൊക്കെ, കുർബാനയ്ക്ക് പോകാൻ സമയമില്ല, വേറെ ദിവസം പഠിക്കാൻ സമയമില്ല, സന്ധ്യാപ്രാർത്ഥനയും ഗെറ്റുകഥകളാണ്. അങ്ങനെ ഓടി നടക്കും. പലപ്പോഴും 3-ാം പ്രമാണം ലഭിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹമില്ലാത്ത കുടുംബങ്ങളാണ്. കുറച്ച് കാശിന്റെ ഓളവും വെള്ളത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ ഓർത്തോണം, വാണം പോലെ പോയവനെല്ലാം വഴി പോലെ മുന്നോട്ട് വരും. ലോകം പഠിപ്പിക്കുന്ന പാഠം. അപ്പൊ നമ്മൾ കർത്താവ് ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പ്രാർത്ഥനയ്ക്ക് പോലും പ്രത്യേകിച്ച് ഭർത്താവും ഭാര്യ ഒരുമിച്ചുണ്ടെങ്കിൽ രാത്രി 7-നും 9-നും ഇടയിൽ വീട്ടിൽ ഒരു പ്രാർത്ഥന വേണം. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം, 7 മണിക്ക് മുമ്പ് ഒരുപാട് പണി. ഒരു പ്രാർത്ഥനാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ വേണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. അപ്പം ചില കുടുംബങ്ങളൊക്കെ പ്രാർത്ഥന ചെയ്യുന്ന വലിയ വൈമുഖ്യം. ഞാൻ ഒരു വീട്ടിൽ ചേർന്ന് കുടുംബനാഥം പറഞ്ഞു, വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ TV സീരിയൽ കാണാൻ വേണ്ടി എൻ്റെ ഭാര്യ വരുന്നത് വടക്കൻ വീരനാഥലെ പോലെ തർക്കിട്ടവർ കയറ്റി വിടുന്നത്, സോപ്പ് പതച്ച് ദേഹം നനച്ച. അതെന്താ എൻ്റെ അച്ഛ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അറിയിക്കാൻ വേണ്ടിയില്ല. ഒരു സ്കൂളിൽ ജാനിമിസ് കൊച്ചു കുട്ടി പറഞ്ഞു, ജോസഫ് അച്ഛൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഇടവച്ചാണ്ട മമ്മി TV തെറ്റിച്ച് പോയപ്പോൾ അച്ഛൻ തെന്നി പോകും. നമുക്കൊന്നും പ്രാർത്ഥനയ്ക്ക് സമയമില്ല. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിന്റെ ദിവസവും പരിശുദ്ധമായി ആചരിക്കണം. 4, റെസ്പെക്ട് ഓഫ് പേരൻസ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം.
കുടുംബത്തിൽ ഭാഗ്യം കിട്ടണോ, വീര്യമുള്ള ഭരണിയിലെ വീഞ്ഞായിട്ട് ദാമ്പത്യം മാറണോ, പ്രായമായ അപ്പനമ്മമാരെ ബഹുമാനിക്കണം. ഞാൻ ആദ്യം ഓർത്തത് എല്ലാവരും വളരെ പ്രായമായവരായിരിക്കും ഇവിടെ വരുന്നതെന്ന്. ഇവിടെ വന്നുകഴിഞ്ഞാൽ മനസ്സിലായത് പ്രായമായവരൊക്കെ വളരെ കുറവ്, പ്രായം കുറഞ്ഞവർ ഒത്തിരി കൂടുതൽ. ഇപ്പം നമ്മുടെ അപ്പനമ്മമാരൊക്കെ ജീവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരോട് കാണിക്കേണ്ട റെസ്പെക്ട്. നല്ല കാലത്തോടും ഭൂമിയിൽ ജീവിക്കാൻ അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം, മാതാപിതാക്കൾക്ക് സ്ഥാനം കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വർഷത്തിൽ അവധി എങ്ങനെയും എടുത്ത് നമ്മൾ പോകണം. ചിലവറിയോ 5 പേരുടെ ടിക്കറ്റ് എന്നാ ചാർജ്, എന്തൊരു ചാർജ്. പക്ഷേ വീട്ടിലേക്ക് മേടിച്ചു കൂടുന്ന ഈ വേസ്റ്റ് കണ്ടാ തോന്നുന്നു, ദൈവമേ എത്ര റോഡുള്ള സാധനമാണ് പരിചയത്ത് മേടിച്ചു കൂടുക. നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല. എന്തും മേടിക്കാൻ കാശില്ല. അമ്മയെ കാണാൻ പോകാൻ കാശില്ല, അപ്പനെ കാണാൻ പോകാൻ കാശില്ല. മലയാളിക്കുന്നുള്ള 3 കോംപ്ലക്സുകളാണ്. 1 സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, 2 ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, 3 എല്ലാം മേടിച്ചു കൂടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിന് യാതൊരു മടിയുമില്ല. അത് നമുക്ക് പണമുണ്ട്. ഇവിടെയാണ് പ്രായമായ അപ്പനെ അമ്മയെ ഇവിടെ ബഹുമാനിക്കണം. ഇന്നും ചില മക്കൾക്കൊന്നും അപ്പനെ നോക്കാൻ സമയമില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറ്റിയ ഇവിടെ ഇന്നും സാമ്പത്തികമായി സഹായിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഇടയ്ക്ക് ഫോൺ വിളിക്കണം, വരുമ്പം അടികളിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത് മൂളി കേൾക്കണം, വർത്താനം വരെ മൂളി കേൾക്കണം. ചിലപ്പോൾ നമുക്ക് മടുത്ത കാര്യമാണ്. പണ്ടത്തെ 88-ലെ വെള്ളപ്പൊക്കമാണ് പറയുന്നത്, എന്നാലും മൂളി കേട്ടോ. ചിലർ മൂളുന്ന കേട്ടാൽ തന്നെ ചിരി വരും. ചിലർ മൂളുന്നത് പൊമറേനിയെ പറ്റി വരയ്ക്കുന്നവരെ ഒരു മകൻ 5 വർഷം കൂടെ നാട്ടിൽ വന്നു. 80 വെല്ലുവിളിച്ച് ഒരു മോനെ പിത്തം കപം ചുമ കൊര വല്ലാത്ത ക്ഷീണം. പ്രായം അമ്മ പറഞ്ഞ മോനെ മാസം 1000 രൂപയുടെ കുടുംബം കാഴ്ചയിൽ ഞാൻ പൈസ തന്നെ വിളിക്കും. പള്ളിക്ക് ചോർന്ന് കയറുക. അവസാനം എൻ്റെ മോനെ എപ്പോ പോട്ടെ അമ്മയുടെ മുണ്ടും ചട്ടയും കവടി കഴിഞ്ഞ ആഴ്ച എലി വെട്ടി. നീലി തന്നെ മോനെ ഇവിടെ പെരയില്ല. അത് വെട്ടി അടുത്തിരിക്കാൻ സമയം വേണം, വർത്താനം പറയാൻ നമുക്ക് സമയം വേണം. ഒരു നാട്ടിൽ അപ്പന് 82 വയസ്സ് ബെഡ്സോറ് പിടിച്ച് കിടക്കുന്നു. 80-കാരി അമ്മ അപ്പനെ തുടയ്ക്കുന്നു, തുണി മുക്കി ദേഹം നനച്ചു കൊടുക്കുന്നു. 3 കെടാമ്പട്ടന്മാർ ആമ്പിള്ളേർ നാട്ടിൽ തന്നെയാണ്. അപ്പനെ അമ്മ നോക്കാൻ അവർക്ക് സൗകര്യമില്ല, ഭാര്യമാർക്കും ഇഷ്ടമില്ല. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവർ 3 പരിചയത്തിൽ ഇറങ്ങിയാൽ അപ്പൻ്റെ കട്ടിന് കാവൽ, വാതിൽ വിട്ട് പോവുകയില്ല, വട്ടം ചുറ്റിരിക്കും. ആൾക്കാർ ചോദിച്ചു വീതം കൊടുക്കാന്ന് വല്ലതും സംബന്ധിച്ചോ? തള്ള പറഞ്ഞേ ഞാൻ പണി കാണിച്ചിരുന്ന സുന്ദരിയായ ഹോം നേഴ്സിനെ കൊണ്ടുവന്നു അപ്പനെ നോക്കാൻ വേണ്ടി കട്ടിന്റെ കാവൽ ജീവിതത്തില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അപ്പനന്മാരെ ബഹുമാനിക്കുക, അവരുടെ സ്നേഹം നൽകുക. അത് ജീവിതത്തിന്റെ ഭാഗം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാൻ കപ്പുചേച്ചന്മാർക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഒരു പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞു, അച്ഛന്മാരുടെ അപ്പവും മീൻ വിടുന്ന കൈകളേക്കാൾ പരിശുദ്ധമാ വൃദ്ധനായ എൻ്റെ ചുളുവിയുടെ കൈകൾ. വാർദ്ധക്യത്തിൽ തളർന്നുപോയ എൻ്റെ അപ്പൻ്റെ മലമൂത്രങ്ങൾ 2 വർഷക്കാലം ഈ കൈകൊണ്ട് വൃത്തിയാക്കി. എൻ്റെ അപ്പനെ ഒളിപ്പിച്ച കൈകൾ അച്ഛന്മാരുടെ ബലിയർപ്പിക്കുന്ന കരകളേക്കാൾ വിശുദ്ധമാണ്. നമ്മളെങ്ങനെ പെരുമാറുന്നു ഭാഗ്യം നിങ്ങളുടെ മക്കളിലൂടെ നമുക്ക് തിരിച്ചു വരും എന്നാണ് പറയുക. ഒരപ്പൻ 75-കാരൻ അപ്പൻ പത്രം വായിക്കുന്നു. 7 വയസ്സുള്ള പേരെപ്പെട്ട് ഒരു വല്യപ്പ കണ്ണാടി ഒരു കണ്ണം അടയ്ക്കാവോ? എന്നെ കളിക്കാനാണ്? കണ്ണടച്ചാൽ പറയാം കളിക്കാനാണോ? വായന കഴിയട്ടടാ. പത്രവായന കഴിഞ്ഞു, കണ്ണാടി ഊരി, വല്യപ്പൻ കണ്ണടച്ചു. അവൻ അടുത്ത് നിന്നു. ശരിക്കും കണ്ണടച്ചല്ലേ അടച്ചു. ഓ ഈ വീട്ടിൽ സമാധാനമായി. എന്നെ എന്നും കിടക്കുന്നത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനമുണ്ടാകും. നമ്മളെങ്ങനെ പെരുമാറുന്നു അത് മക്കൾ കണ്ടുപിടിക്കുന്നു. ഇവിടെയാണ് പറയുക മാതാപിതാക്കളെ ബഹുമാനിക്കാം. 5 കൊല്ലം അബോർഷൻ. ഗർഭചിത്രം നടന്ന കുടുംബത്തിൽ ഒരു ശാപമുണ്ട്. അത് ജീവിക്കുന്ന മക്കളെ ഒരു ശാപത്തിന്റെ വാളാണ്. എപ്പിസ്കോപ്പൽ സഭകൾ പഠിപ്പിക്കും, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭർത്താവും വഴങ്ങുന്ന ഭാര്യയും നടത്തുന്ന ഡോക്ടറും സഹായിക്കുന്ന നേഴ്സും ദൈവം ഭാഗം ചോദ്യം ചെയ്യപ്പെടും. ഒരു സ്ഥലത്ത് ധ്യാനിച്ച ഡോക്ടറിനോട് ചൂടായി. ഞാനിത് പറഞ്ഞപ്പോൾ അങ്ങനെ വിധിക്കാൻ പറ്റൂ, അങ്ങനെ പറയാൻ പറ്റൂ? പിന്നെ അദ്ദേഹത്തിന് ഇതായിരുന്നു ജോലി, മനക്കരി കൊണ്ട് പറയുന്നതാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറെ സൂചിപ്പിക്കാൻ പറ്റിയല്ല. ബൈബിളും ദൈവത്തിനുള്ള ഭാഗവും സഭയുടെ കാഴ്ചപ്പാടും പറയാൻ എന്നെ അയച്ചിരിക്കുന്നു. ആരും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ കുറവുണ്ട്.
പിന്നെ പരിഹാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് നാട്ടിൽ പ്രസവത്തിന് സൗകര്യം ചെയ്തു കൊടുത്തും പാവപ്പെട്ട പെൺപിള്ളേരെ പഠിപ്പിച്ചും ദാനധർമ്മം ചെയ്തും അങ്ങനെയുള്ള നന്മകൾക്ക് ഒതുക്കത്തിൽ നമ്മൾ പരിഹാരം ചെയ്തു കുടുംബത്തിൽ. അതുപോലെ നോക്കാൻ കഴിവുണ്ടോ പരമാവധി മക്കൾക്ക് പൈസ ഉള്ളവർ ജന്മം കൊടുക്കണം. ഞാൻ ദുബായിൽ ധ്യാനിപ്പിക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയി ലുക്കാസ് 5 ദിവസം ധ്യാനിക്കാം. അപ്പൊ ജോയി വീട്ടിൽ നിന്ന് ഭക്ഷണത്തിന് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, വെച്ചാൽ 18 മക്കളിൽ ഞാൻ 13ാമത്തെ ആളാണ്. ദൈവം ഞങ്ങളെ എല്ലാവരും ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ കുടുംബത്തെ വളർത്തി. ദൈവം നമുക്ക് മക്കളെ തരുമ്പോൾ ആ മക്കളെ വളരാൻ അനുവദിക്കുക. ആത്മീയ, ശാരീരിക, മാനസിക തലങ്ങളിലൊക്കെ വളരാനും അനുവദിക്കുക. കൊല്ലലെന്ന് പറയുമ്പോൾ ജീവനെ നശിപ്പിക്കുന്നത് മാത്രമല്ല, ഉള്ള കുഞ്ഞുങ്ങളെ നന്മയിൽ വളർത്താനും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇന്ന് ഈ ഒരു ചിന്തയൊക്കെ മനുഷ്യന് അന്യം നിന്ന് പോകുന്ന കാലമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ ഇന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. സിനിമ ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ കാണുന്നു. അവൻ 29 വയസ്സ്. അവൻ വെച്ചാൽ എനിക്ക് 29 വയസ്സ്. എൻ്റെ അയൽപക്കത്തിൽ സ്ത്രീ 32 വയസ്സ്. അവളുടെ ഭർത്താവ് ടൊറോണ്ടോയിൽ അച്ഛ 4 വർഷമായിട്ട്. അവൾ ഒറ്റയ്ക്ക് മടുത്തു. എന്നോട് ചോദിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭർത്താവിനെ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമോ? അച്ഛാ, ഞാനവിടെ കൂടെ പോയാൽ അത് പാപമാണോ അതോ പരോപകാരമാണോ? ന്യായമായ സംശയം. അവിടെയാണ് പറയുക വ്യഭിചാരം ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഹൃദയത്തിൽ ചിന്തയില്ല. കല്യാണത്തിന് മുമ്പ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് താല്പര്യം തോന്നണം. ഏതോ ഒരു പുരുഷന് കല്യാണം കഴിയുന്നവരെ പല പെണ്ണുങ്ങളോട് താല്പര്യം തോന്നും. സ്ത്രീക്ക് ഭർത്താവ് പുരുഷനോടും തോന്നണം. ഒരാൾ വെച്ചാൽ എനിക്ക് 28 വയസ്സായി, ഇതുവരെ പെണ്ണുങ്ങളോട് ഇരിക്കുന്നവരെ ഒന്നും തോന്നിയിട്ടില്ല. അതിൻ്റെ അർത്ഥം പൊന്നു മോനെ ഇതിൻ്റെ മർമ്മപ്രധാനമായതൊന്നും ഞാനിപ്പോൾ വിട്ടുപോയി. ആണാണെങ്കിൽ പെണ്ണിനോട് താല്പര്യം, പെണ്ണാണെങ്കിൽ ആണിനോട് താല്പര്യം. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വേറൊരു പെണ്ണിനെ പങ്കരുത്, വേറൊരു പുരുഷനെ സ്ത്രീയും പങ്കരുത്. ആണുങ്ങൾക്ക് സ്വപ്നം, പെണ്ണുങ്ങൾക്ക് സ്വപ്നം. എന്നെ കെട്ടുന്നവൻ മമ്മൂട്ടിയെ പോലെ വേണം, മോഹൻലാലിന്റെ മെയ്വഴക്കം വേണം, പിതിരാജിന്റെ ബുദ്ധിമീശ വേണം. കിട്ടിയത് ഒട്ടും പൊരുത്തപ്പെടാത്തയാണ്. ദൈവം തന്നു, പിന്നെ മറ്റൊരു ചിന്തയില്ല. ആണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് വലിയ ശോഭനയുടെ വണ്ണം, ദിവ്യാവിയുടെ മെലിഞ്ഞ പെടലി, കാവ്യമാതിന്റെ തുളിച്ച കാണും, സമുദായത്തിന്റെ കോമ്പല്, ഇതൊക്കെ വേണം. പക്ഷെ കിട്ടിയതോ ചാളുമേരിയെ പോലെ തെരുവകൾ. ആരെ കിട്ടിയാലും ജീവിതത്തിൽ ആരെ കിട്ടിയാലും സന്തോഷം. അതിനപ്പുറത്തേക്കൊരു ചിന്ത, ആ ചിന്തയാണ് വ്യഭിചാരം. വാക്കിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ വിശുദ്ധി സൂക്ഷിക്കുക. വ്യഭിചാരം ചെയ്യരുത്. കള്ളസാക്ഷി പറയരുത്. ഒരിക്കലും നമ്മൾ വിദേശത്തൊക്കെ വരുമ്പോൾ ഊമക്കത്തുകൾ, കള്ള ഇമെയിൽ ഐ ഡി, കള്ള ഫോൺ വിളികൾ, ശരിക്കും സത്യസന്ധമല്ലാത്ത എന്തെങ്കിലും ചെയ്തോ അനുഗ്രഹക്കുറവ് നമ്മുടെ മക്കൾക്കുണ്ടാവും. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കമന്റ് പറയാൻ പോകരുത്, ആരെയും വിധിക്കരുത്. നമുക്കൊരു വലിയ കുഴപ്പം ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഏത് ഓഫീസറായാലും സെക്കൻഡ് ക്ലാസ് പൗരന്മാരാണ്. എത്ര വലിയ ജോലി കിട്ടിയാലും 2ാം സ്ഥാനക്കാരാണ്. നിങ്ങളുടെ മക്കൾ ജനിച്ച് അമേരിക്കൻ സിറ്റിസൺ എന്ന് പറയും, പക്ഷെ തൊലിവെടുത്ത സാഹിബിന് ആ കുഞ്ഞുങ്ങളും വെറും 2ാം സ്ഥാനക്കാരാണ്. നമ്മളെപ്പോഴും അത് മനസ്സിലാക്കി പല പുണ്യവും പറയും, പക്ഷെ നമ്മൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു രക്ഷയില്ല. ഗവൺമെന്റിൽ വിലയില്ല, പാലിക്ക് അല്പം ശമ്പളം കൂടുതൽ, അവിടെ ഒരു വില കുറവ്. പിന്നെ എല്ലാവർക്കും പിന്നെ പാവം അച്ഛൻ്റെ തോളെ കയറുക, കുതിര കയറുക, പള്ളി കയറി ചോറിന്റെ വർത്താനം പറയുന്നത് വെറുതെ ഇടപെടുക. ഒരു തൊഴിലില്ലാഞ്ഞിട്ടാണ്. നാട്ടിലെ പള്ളിയിൽ അന്തസ്സായി ജീവിച്ചവർ ഇവിടെ വരുമ്പം മാർപ്പാപ്പായി സുവിശേഷം പഠിപ്പിക്കാൻ തുടങ്ങുന്ന അത് ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ്. അമേരിക്കയിൽ, യൂറോപ്പിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്കിടയിൽ കത്തോലിക്ക സഭയിൽ, ഓർത്തഡോക്സ്, യാക്കോബാൻ എല്ലാ സഭകളിലും അത് വീട്ടിൽ വിലയില്ലാത്തവൻ നാട്ടിൽ വിലയുണ്ടെന്ന് കാണിക്കുന്നത് അച്ഛന്മാരുടെ പുള കയറിയിട്ടാണ്. പലപ്പോഴും കാണുന്ന വിമർശനാത്മകമായ തെറ്റായ കാഴ്ചപ്പാടുകൾ. നമ്മുടെ വിലയില്ലാതെ ഒന്നുമുണ്ട്. നാട്ടിൽ വിലയുണ്ടെന്നും പറയാൻ പറ്റും. കാരണം എനിക്ക് നാട്ടിൽ വിലയുണ്ട്, ഇവിടെ വിലയില്ല. അപ്പൊ വിലയുണ്ടെന്ന് കാണിക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള അബദ്ധങ്ങളുണ്ട്. അവിടെയാണ് പറയുക, ആ കുടുംബത്തിൽ അനുഗ്രഹം കുറഞ്ഞു പോകും. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, കമന്റുകൾ, ഇടപെടലുകൾ. 8 മോഷ്ടിക്കരുത്. അർഹതയില്ലാത്ത എന്തെങ്കിലും കൈ വന്നോ അതാണ് മോഷണം. നല്ല ശമ്പളം മേടിക്കുന്ന നേഴ്സ് ആശുപത്രിയിൽ 3 ഗുളിക എടുത്തോണ്ട് വയ്യ പോരുക, അല്ലെങ്കിൽ കൊച്ചു സീർച്ച് എടുത്തോണ്ട് വരിക, ഒരു ചെറിയ സാധനം എടുത്തോണ്ട് വരിക. എല്ലാ ഉണ്ടെങ്കിലും മോഷണം ഇതൊരു പ്രവണതയാണ്, ക്ലെപ്റ്റോമേനിയ. മലയാള സിനിമ നടന്ന ആന്ധ്രാക്കാരി നടി രോഹിണി പറയുമായിരുന്നു വനിതയിൽ ഇന്റർവ്യൂവിൽ, ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ
സെറ്റിമിന്റെ പാക്കറ്റോ ക്യൂട്ടസിന്റെ ഡെപ്പിയോ എടുത്തുകൊണ്ട് പോകും. ഒരു ടെൻഡൻസിയാണ്. നമുക്ക് എന്താണ് എടുക്കുമ്പോൾ ഒരു സുഖം. അർഹതയില്ലാത്ത ഒന്നും നമ്മുടെ കുടുംബത്തിൽ വരരുത്, മോഷ്ടിക്കരുത്. 9, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. എൻ്റെ കൂടെ അച്ഛൻ ഇന്നും വെറും 1500 ഇന്ത്യൻ രൂപയ്ക്ക് താമസിക്കും. ഒരു മുറിയുണ്ട്, 10 കിലോ അരി, കുറച്ച് പത്തലമുളക്, കുറച്ച് വാളംപുളി, ഉപ്പും. ഒരു മാസം ജീവിക്കാൻ ധാരാളം. ഞാൻ ജീവിച്ചിട്ടുണ്ട്. പറഞ്ഞു നമ്മൾ ചീരകളുള്ള ധാരാളം മതി. ചെലവെപ്പോഴാണ് വരുന്നത്? അവനെപ്പോലെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ചെലവ്. ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച പോലെ ജീവിക്കാൻ ഒരു ചെലവുമില്ല. നമുക്ക് ചുരുക്കി ജീവിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റേയാളെ പോലെ ജീവിക്കണം. അവിടെയാണ് പറയുക, അന്യൻ്റെതൊന്നും ആഗ്രഹിക്കരുത്, അറിഞ്ഞപ്പോഴാണ് ശ്രമിക്കരുത്. 10, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെ മോഹിക്കരുത്. ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ മോഹിക്കരുത്. ദൈവത്തിന്റെ കുടുംബം അതിന്റെ വിശുദ്ധിയും നന്മയിൽ വാർദ്ധക്യം വരെ നന്നായിട്ട് ജീവിക്കുക. നിങ്ങൾ എന്ത് കാണിക്കുന്നു ജീവിത മാതൃക, അത് നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കുന്നുണ്ട്, അത് ഉറപ്പുവരുത്തുക. അപ്പനും അമ്മയും കൂടെ രാത്രി 11 മണിക്ക് നാട്ടിൽ TV കാണും. ആ സമയത്താണ് മോന്തിക്ക് ഒരു ഷേപ്പില്ലാത്ത കുറെ പേപ്പറുകൾ പ്രത്യേക തുണി കൊടുത്ത് ഭാഷ്യം വരെയെന്നും പറഞ്ഞ് ആടിയാടി വരുന്നതാണ്. ഇവരിങ്ങനെ നോക്കുക. 6 വയസ്സുള്ള മോനും നോക്കി ഇവരെന്നാ കാണുന്നത്. അമ്മ ഒരെന്നാടാ നോക്കുന്നത്? നിങ്ങളെന്നാ നോക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കുക. അമ്മ പറഞ്ഞു, മക്കളെ ഞങ്ങളൊന്നും നോക്കുമല്ല. ലോകത്ത് തൊഴിൽ കൊടുക്കാൻ കഴിയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി ഡാഡിയും മമ്മിയും കൂടെ മധ്യസ്ഥപ്രാർത്ഥന അവൻ പോയി കിടന്നു. രാത്രി 11:45 അത്രയും കൂടെ തുണിയില്ലാത്ത പുതിയ അവതാരങ്ങൾ ആടിയാടി വരുന്നു. ഇവര് തുടിച്ചു നോക്കി, അവര് ഒളിച്ചു നോക്കി. എടാ വലിയ നോക്കുന്നു. അല്ല, അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വല്ലവരും ഉണ്ടെന്ന് ഞാനും നോക്കുക. നമ്മളെങ്ങനെയാണോ നമ്മുടെ മക്കളും അതാണ് കണ്ടുപഠിക്കുക, ഓർക്കുക. ചിന്തകളെ അവസാനിപ്പിക്കും. സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ജീവിതത്തിൽ ഓർക്കുക, സ്നേഹത്തിന്റെ ജീവിതമാണെങ്കിൽ വർഷം പോലും അറിയില്ല. ഈ എത്ര വർഷം കഴിഞ്ഞിട്ട് അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 25, 30, 35 വർഷങ്ങൾ എത്ര പെട്ടെന്ന് കടന്നു പോവുക. സ്നേഹമില്ലെങ്കിൽ നരകമാണ്, സ്നേഹമുണ്ടെങ്കിൽ സ്വർഗമാണ്. ഭൂമിയിൽ ഒരു സ്വർഗത്തിന്റെ തുടർച്ചയാണ് നിത്യതയുടെ സ്വർഗം. ഭൂമിയിലെ നരകത്തിന്റെ ബാക്കിയാണ് നിത്യതയുടെ നരകം. ഞാൻ കഴിഞ്ഞ ആഴ്ച അറ്റ്ലാന്റയിൽ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഭർത്താക്കന്മാര് ഭാര്യയെ പ്രോത്സാഹിപ്പിക്കണം. പല ആളുകളും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ഭാര്യമാർ നടന്നു പോകുന്നു. ഒരു കെട്ടിയവൻ അച്ഛ അങ്ങനെയൊന്നും പറയട്ടെ, ഞങ്ങളെ മനസ്സിലാക്കും. എന്നെ പോലെ പ്രോത്സാഹിപ്പിക്കുന്ന കെട്ടിയവൻ വേറെ അമേരിക്കയിലില്ല. അതെന്താ അച്ഛാ, അവനെ 2 ജോലിക്കാണ് വിളിക്കുന്നത്. ഭൂമിയിൽ ആണ്ട് കാണിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ജീവിതം, അത് സ്നേഹത്തിലും സന്തോഷത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ. ഒരു പ്രായമായ അപ്പാപ്പനും അമ്മാമ്മയും ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി കഴിക്കും. കുറെ പേര്